അത് വിശദീകരിക്കാൻ എനിക്ക് അവകാശമില്ലേ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ അവകാശമുണ്ടെന്ന് വിചാരിക്കുന്ന ജീവിക്കുന്നത്. നിങ്ങൾ 5 മിനിറ്റ് അങ്ങേക്ക് ഒരു തർക്കമില്ല സംസാരിക്കാൻ ശേഷമല്ലേ ഞാൻ ചോദിച്ചത്? എനിക്കും ചോദിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല ചോദിക്കാൻ അവകാശം, എനിക്ക് അവകാശമുണ്ട്. ഈ കേരളത്തിൽ ഇപ്പോൾ സമീപകാലത്ത് സർക്കാർ ഏതൊക്കെ പ്രതിരോധത്തിലായോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നോ അതിനോടെല്ലാം CPM ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ് ഈ മംഗളൂരു യാത്ര. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ആരാണ് അധികാരത്തിൽ വരുന്നത് എന്ന് പോലും വ്യക്തമാകുന്നതിന് മുമ്പ് VD സതീശൻ നടത്തിയൊരു യാത്ര എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡീൽ ആവുന്നത്? അതിന്റെ യുക്തി ഒന്ന് പറഞ്ഞുതരാമോ? ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന അയ്യപ്പദാസിന് മനസ്സിലാവുന്നതും അയ്യപ്പദാസ് മനസ്സിലായില്ലെന്ന് നടിക്കുന്നതുമായ ഒരു കാര്യമാണ് അങ്ങ് ചോദിച്ചത്. കാരണം ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പ്രധാനപ്പെട്ട പേരുകൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. ആ ഘട്ടത്തിൽ ശ്രീ VD സതീശൻ ആണോ മറ്റു 2 പേരാണോ എന്നുള്ള ചർച്ച നടക്കുന്നു. ഗവൺമെന്റ് ചാർജ് എടുക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. അല്ല, അങ്ങനെയാണോ? അദ്ദേഹം നമ്മുടെ റിസൾട്ട് വരുന്നതിന് മുമ്പല്ലേ? ഞാൻ പറയട്ടെ, അതേ റിസൾട്ട് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നത്? മുമ്പ് അദ്ദേഹം നടത്തി അല്ല UDF ആണ് അധികാരത്തിൽ വരുന്നതെന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടല്ലോ, അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഉണ്ടായിരുന്നല്ലോ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അതിലൊന്നും അവർക്ക് തർക്കമില്ലല്ലോ. ഞങ്ങൾക്കല്ലേ ഉള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നേ, അവരെ സംബന്ധിച്ച് തർക്കമില്ലല്ലോ. ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്, നോക്കൂ, നിങ്ങൾ ഇത്രത്തോളൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇപ്പോഴും ഈ ഇത്ര വലിയ ആഘാതം തോൽവി പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പൊതുവുള്ള വിലയിരുത്തൽ. മറ്റ് വിഷയങ്ങളിൽ പലതും പാർട്ടി അംഗീകരിച്ചിട്ടില്ല, നടക്കുന്ന ചർച്ചകൾ പലതും മാധ്യമ സൃഷ്ടിയാന്ന് പറയും. പക്ഷെ ഇത്ര വലിയ തോൽവി പ്രതീക്ഷിച്ചില്ല. അത് ഒറ്റക്കെട്ടായി സംബന്ധിച്ച തോൽവിയാണോ ചർച്ച ചെയ്യുന്നത്? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ. മംഗലാപുരമാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന്. CPM തോറ്റതിനെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? അല്ലല്ല, ഇതെന്താ ഈ ചോദ്യത്തിൽ അങ്ങേക്ക് ഇത്ര പ്രശ്നം? എന്റെ ചോദ്യം അല്ല, നിങ്ങൾ പ്രതീക്ഷയോടെ തുടർ ഭരണത്തിന് കാത്തിരിക്കുന്ന ദിവസങ്ങളിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഡൈവേർട്ട് ചെയ്യുകയല്ല, ചളമായെന്നാ തോന്നുന്നത്. നിങ്ങൾ ഡൈവേർട്ട് ചെയ്യുന്നതിനെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഒരു സെക്കൻഡ്, LDF തുടർഭരണം 3.0 എന്ന് പ്രതീക്ഷിച്ച് വോട്ടെണ്ണൽ ദിവസത്തിലേക്ക് കാത്തിരിക്കുകയാണ്. കാരണം നിങ്ങളെ മുമ്പ് തോൽവി സമ്മതിച്ചിട്ടില്ലല്ലോ. 100 സീറ്റ് ഉറപ്പിച്ചല്ലേ നിങ്ങൾ നിൽക്കുന്നത്? തുടർഭരണം ഉറപ്പെന്നല്ലേ? 85 മിനിമം എന്നല്ലേ? അങ്ങനെ ഇരിക്കെ ഇവിടെ അദാനിക്ക് അറിയാം ഭരിക്കാൻ പോകുന്ന UDF ആണ്. അതുമാത്രമല്ല, അദാനിക്ക് അറിയാം മുഖ്യമന്ത്രി ആവാൻ പോകുന്നത് VD സതീശനാണ്. എന്നിട്ട് വിഴിഞ്ഞത്ത് ഡീൽ ഉറപ്പിച്ചു. ഇതൊരുമാതിരി മറ്റേ VD സതീശൻ ചെന്ന ഉടനെ പ്രധാനമന്ത്രി വിളിച്ച് നാളെ വീട് നടത്തിട്ടോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യമല്ലേ? ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. VD സതീശൻ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി മത്സരിച്ച ഒരാളാണെന്ന കാര്യം തർക്കമില്ലല്ലോ. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരാളാണ്. കോൺഗ്രസ് 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരാൻ നിൽക്കുകയാണ്. ഇതാണല്ലോ അവരുടെ 2 പേരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ 2 പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ 2 പേരുടെയും 2 പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമയത്ത് VD സതീശൻ ഒരു വിമാന ടിക്കറ്റ് എടുത്ത് മംഗലാപുരത്തുമായി തർക്കം വരുമോ? VD സതീശൻ ഒരു ഫ്ലൈറ്റ് തീവണ്ടിക്കകത്ത് ട്രെയിനകത്ത് യാത്ര ചെയ്തായി സംശയം വരുമോ? ശരി, ഒരു കാറിൽ അദ്ദേഹം പോയ സംശയം വരുമോ? ചോദ്യം എന്താണ് അയ്യപ്പദാസ്, നിങ്ങൾ എന്തിനാ അതിനെ ഡൈവേർട്ട് ചെയ്യുന്നത്? സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് പറയട്ടെ, എന്തിനാ അങ്ങനെ ധൃതി പിടിക്കുന്നത്? വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഭാഗമായി മാത്രം ചോദിക്കണം. ഒറ്റ കാര്യമുള്ളൂ. പിന്നെ എന്നാ അയ്യപ്പദാസ് പറഞ്ഞു. അല്ല, അതെന്താണ് ശ്രീ ഗോപൻ അങ്ങനെ ഒരു പണക്കം? ഇല്ല, മുഖത്താണല്ലോ കുണ്ടി. എന്റെ ഒരു 1.5 മിനിറ്റ് ചോദ്യം ഒഴിച്ചു കഴിഞ്ഞാൽ 8 മിനിറ്റ് ഡൈവേർട്ട് ചെയ്തുകൊണ്ടുപോയി. നിങ്ങൾ തന്നെ ഡൈവേർട്ട് ചെയ്തു. അല്ല, എനിക്ക് യുക്തിമാണ് കൊണ്ടുപോകാൻ പറ്റില്ല. അത് 20 ദിവസത്തെ ഇത്ര അസംഷൻ എന്തിനാ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ശ്രീ ഗോപൻ തോറ്റിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് അങ്ങ് കാണിക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാവും. 5 മിനിറ്റ് അങ്ങ് സംസാരിച്ചാണ് ഇടപെട്ടത്. 5 മിനിറ്റ് നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. എന്താ സഹിഷ്ണുത ശ്രീ ഗോപൻ? 5 മിനിറ്റ് കാര്യത്തിൽ അയ്യപ്പദാസിന്റെ തോൽവി എനിക്ക് മനസ്സിലാവും. എനിക്ക് അസംഷൻ ഞാൻ തോറ്റു മതിയോ? അയ്യപ്പദാസ് പ്രതീക്ഷിച്ച VD സതീശൻ അല്ല എന്നുള്ള എനിക്കെന്ത് പ്രതീക്ഷ? പ്രതീക്ഷ വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? എനിക്കെന്ത് പ്രതീക്ഷ? ഈ കഴിഞ്ഞ 1.5 നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതും നിങ്ങളുടെ ഡെസ്പറേഷൻ ഇത്രയ്ക്കൊക്കെ ഉണ്ടോ? ഇത്രയ്ക്കൊക്കെ എന്നെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോൽവിയിൽ അസഹിഷ്ണുത എന്ന് പറഞ്ഞ് ഈ ചർച്ച നിങ്ങൾ കൊണ്ടുവരാൻ താങ്കൾ ഈ കിഴങ്ങനെ ഇതുപോലെ കൈകാര്യം ചെയ്താൽ മതി. ഇത് തോൽവിയുടെ ചർച്ചയല്ല, ഇവിടെ തോൽവിയുടെ ചർച്ചയല്ല. അധികാരത്തിൽ വരുന്ന പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. അല്ലെങ്കിൽ മനസ്സിലാക്കണം, നാടിന് മുഴുവൻ അറിയാമായിരുന്നു. ഇതിലിപ്പോ എല്ലാ ഈച്ചയ്ക്കും പാറ്റയ്ക്കും വരെ അറിയാമായിരുന്നു. പക്ഷേ LDF മാത്രമേ അറിയില്ലായിരുന്നു. അത് സമ്മതിച്ചാൽ മതി. തോക്കുമെന്ന് ഞാൻ ആ വിഷയം വിടും. അയ്യപ്പദാസ് വിടുമ്പോ വിടാനിരിക്കല്ലോ ഞാൻ. അയ്യപ്പദാസിന് ഇഷ്ടമുള്ളപ്പോ വിഷയം സമീപനമാണ് ശ്രീ ഗോപൻ കൊണ്ടുവന്ന ഈ അങ്ങേക്ക് വളരെ പെട്ടെന്ന് മംഗളൂരു യാത്രയിലേക്ക് പോകും. അപ്പൊ വളരെ ലോജിക്കലായ ചോദ്യം എനിക്ക് ചോദിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ നിർത്തി. വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലേ ശ്രീ ഗോപൻ? ഇല്ല, ഞാൻ നിർത്തി അയ്യപ്പദാസ്. നിങ്ങൾക്ക് ചർച്ച അവരെ 2 പേരെ വെച്ച് നടത്താം.
വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലേ? ഞാൻ നിങ്ങളുടെ ചർച്ച ബഹിഷ്കരിക്കുന്നൊന്നുമില്ല, പക്ഷേ ഞാൻ നിർത്തി. അല്ലല്ലേ, നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച ശേഷം വളരെ പെട്ടെന്ന് മംഗളൂരിലേക്ക് പോയപ്പോ എനിക്കൊരു സംശയം, എങ്ങനെയാണ് കേരളത്തിൽ ആരാണ് അധികാരത്തിൽ വരെ അതിൽ പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് അത് UDF ആണെന്ന് തീരുമാനിച്ച് അതിനു മുന്നേ അദാനി ഈ സതീശനെ കൊണ്ടുവന്നു? ഇനി 20 ദിവസം എടുത്ത് ഹൈക്കമാൻഡ് സതീശനെ തീരുമാനിക്കാൻ. ഇത് ചോദിക്കാൻ പാടില്ല. ഇത് ചോദിച്ചാൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമാണോ? അപ്പൊ നിങ്ങൾ പറയുന്നത് മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും കേരളത്തിലാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എനിക്ക് പറയാവോ? പറയാം, എനിക്ക് മറുപടി പറയാവോ? പറയാം, പക്ഷെ ഇത്ര അസഹിഷ്ണുത വേണ്ട. ഒരു ചോദ്യം ഇടപെട്ട് ചോദിക്കുമ്പോൾ ഇത്ര അസഹിഷ്ണുത വേണ്ട. അല്ല, എത്ര സമയം തരും? ഒരു മിനിറ്റ് തരും, കാരണം 10-15 മിനിറ്റ് ആയി നമ്മൾ തമ്മിൽ. അല്ല, നിങ്ങൾക്ക് അസഹിഷ്ണുത, എനിക്ക് എന്താ അസഹിഷ്ണുത? താങ്കൾ 5 മിനിറ്റ് പറയാൻ സമയത്ത് ശേഷം ഞാൻ ഉപചോദ്യം മംഗളൂരിൽ ചോദിച്ചപ്പോൾ താങ്കൾ ഇഷ്ടപ്പെട്ടില്ല. താങ്കൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? മംഗളൂരു യാത്ര ഇതാണ്, ഞാൻ യെസ് മുള്ളെന്നാണ്. ബുദ്ധിമുട്ടല്ലേ സാർ? അല്ല, നിങ്ങൾ എന്താ അയ്യപ്പദാസ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് വൈകുന്നേരം കടിച്ചു കയറാമെന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് തരണമെന്നോ? നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ലൈവാണ്, ആളുകൾ കാണുകയാണ്. നിങ്ങൾ ആളെ നോക്ക് സർ, വേറെ പാർട്ടിയെ നോക്ക്. എന്തായാലും നിങ്ങളുടെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും ജീവിക്കുന്നവരല്ലോ ഞങ്ങൾ ഇടതുപക്ഷം. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നത് കരുതിയാൽ മതി. നിങ്ങളുടെ സൗജന്യം കൊണ്ട് കഴിഞ്ഞു സാർ. ഇനി ജീവിക്കുന്നവരല്ലേ ഞങ്ങൾ. അതിരിക്കട്ടെ സർ, അതിരിക്കട്ടെ സർ. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ നിങ്ങൾ അനുവദിക്കണം. എവിടെ അനുവദിക്കാത്തതാണ് എന്റെ ചോദ്യം. 5 മിനിറ്റ് അങ്ങ് ഞാൻ ആയിട്ട് കേട്ട ശേഷമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ മംഗളൂരു യാത്ര താങ്കൾ പറഞ്ഞെങ്കിൽ റാൻ മൂളെന്നാണോ അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അത് ബുദ്ധിമുട്ടല്ലേ? ഒരു ജാതി വകകളാണോ? തിരിച്ചു ചോദിക്കാൻ പാടില്ലെന്നുള്ളത് ഏത് കാലത്താണ് സാർ ജീവിക്കുന്നത്? ഇത്ര ബുദ്ധിമുട്ടോ നിങ്ങൾക്ക്? 5 മിനിറ്റ് അങ്ങേ കേട്ടിട്ടല്ലേ ഉപചോദ്യം ചോദിക്കുന്നത്? അല്ലെ താങ്കൾക്ക് ഇത്ര അസഹിഷ്ണുത എന്താണ്? എനിക്ക് മനസ്സിലായില്ല. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും. അപ്പൊ അങ്ങേ ഘട്ടത്തിൽ നിന്ന് സംസാരിക്കുന്നില്ല. എനിക്ക് പറയാവോ അയ്യപ്പദാസേ? നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ? അല്ല, എനിക്ക് പറയാവോ? ഞാനൊരു ചോദ്യം ഞാൻ അങ്ങനെ തടസ്സപ്പെടുത്തിയിട്ടേ ഇല്ല. ദയവായി യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അങ്ങ് ഉത്തരം പറയുക. അത് വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിക്കുക. അല്ല, അത് വീണ്ടും വീണ്ടും അത് മറുപടി പറയാൻ ശ്രമിക്കുമ്പോഴല്ല അത് ആവർത്തിച്ചോണ്ടിരിക്കുക. മറുപടി പറയാൻ സമ്മതിക്കുന്നു. മറുപടി പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കോണ്ടെക്സ്റ്റ് വിശദീകരിച്ചാൽ ജനാധിപത്യമുള്ള രാജ്യത്തല്ലേ? തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ലേ? സാർ ഇതിന് ഉത്തരം കിട്ടുമെന്ന് തോന്നുന്നില്ല. അടുത്ത ചോദ്യം ചോദിക്കും. അത് വിശദീകരിക്കാൻ എനിക്ക് അവകാശമില്ലേ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ടെന്ന് വിചാരിക്കുന്ന ജീവിക്കുന്നത്. നിങ്ങൾ 5 മിനിറ്റ് അങ്ങേക്ക് ഒരു തടസ്സമില്ല സംസാരിക്കാൻ ശേഷമല്ലേ ഞാൻ ചോദ്യം ചോദിച്ചത്? എനിക്കും ചോദിക്കാൻ അവകാശമുണ്ട്. ബുദ്ധിമുട്ടായി. നിങ്ങൾക്ക് മാത്രമല്ല ചോദിക്കാൻ അവകാശം, എനിക്ക് അവകാശമുണ്ട്. ചോദിച്ചോളൂ. മാത്രമേ കയ്യിലുള്ളൂങ്കിലും ആള് വാരാമാ ചെറ്റയാ. നിങ്ങൾ വി ഡി സതീശനെ വെളുപ്പിക്കാനേ ഞങ്ങളുടെ ചെലവിൽ വെളുപ്പിക്കണ്ട. നിങ്ങളെ വെളുപ്പിച്ചോണ്ടാ മതി. കഷ്ടമാണ് സാർ. അല്ല, നിങ്ങളെ വെളുപ്പിച്ചാൽ ഞങ്ങളുടെ ചെലവിൽ കഷ്ടമാണ്, അത്രേ ഉള്ളൂ. കഷ്ടമാണ് അല്ലേ? അല്ലേ? എന്തല്ലേ? മറുപടി പറയാൻ എന്നെ സമ്മതിക്കണ്ടേ? എവിടെ സാർ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ എന്നെ അനുവദിക്കണ്ടേ? എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയണ. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? കഷ്ടം സാർ, നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾ എങ്ങനെ അറിഞ്ഞു പരാജയപ്പെടുന്നതും ജയിക്കുന്ന കാര്യം? അതാണല്ലോ നിങ്ങൾ ചോദിച്ചത്. ആണല്ലോ, വ്യക്തമാണല്ലോ. ഞാൻ ചോദിക്കുന്ന വിഷയം അതല്ല. നിങ്ങൾ ചോദിച്ചതിനെ ഞാൻ സമ്മതിക്കുന്നു. പരാജയപ്പെടുമെന്ന് ഞാൻ അറിയാൻ വയ്യ, അല്ലെങ്കിൽ ഞാൻ അറിയാമായിരുന്നു, എന്തോ ആയിക്കോട്ടെ. അവിടുത്തെ വിഷയം അതല്ല. എന്റെ വിഷയം, കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ മത്സരിച്ച ഒരാൾ, അദ്ദേഹം 40 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വിമാനത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. പോയി കണ്ടത് ഇപ്പോഴത്തെ വിവാദ വിഷയമായ അദാനിയുടെ വൈസ് പ്രസിഡന്റാണ്. ഇതിനുള്ള ചെലവ് ആര് വഹിച്ചു? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന